കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. സീതായാ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്നാനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 12ാമത്തെ, അതായത് 8ാം സർഗം, അത് അയോധ്യാകാന്ഡം 8ാം സർഗം 12ാമത്തെ ശ്ലോകം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. അതായത് പിറ്റേന്ന് രാവിലെ തന്നെ ഭരതൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ സുമന്ത്രരുടെ ആജ്ഞപ്രകാരം കുതിരപ്പട്ടാളവും ആനപ്പട്ടാളവും ഒക്കെ ഭരതനെ അനുഗമിച്ചു എന്ന് നമ്മൾ പറഞ്ഞാൽ നിർത്തിയത് കേട്ടോ. പോവാണ് കാട്ടിലേക്ക്, ഒന്നും കൂട്ടാക്കാണ്ട് വസിഷ്ഠൻ രാജാവാവണമെന്നും പറഞ്ഞപ്പോൾ ഒന്ന് വയ്യ പറഞ്ഞു അല്ലേ. ഇനി 13. കൗസല്യാദ്യ രാജധാര വസിഷ്ഠപ്രമുഖ ദ്വിജാ ഛാദയന്തോ ഭുവം സർവേ പൃഷ്ഠത പാർശ്വതോഗ്രതഃ. കൗസല്യാദ്യാഹ രാജധാരാഹ കൗസല്യ മുതലായ രാജാവിൻ്റെ ഭാര്യമാരും ദശരഥൻ്റെ പത്നിമാരും വസിഷ്ഠപ്രമുഖാഹ ദ്വിജ വസിഷ്ഠനെ പോലെയുള്ള ബ്രാഹ്മണരും സർവരും പൃഷ്ഠത പാർശ്വത അഗ്രത, ചിലർ പിന്നിൽ, ചിലർ മുമ്പിൽ, ചിലർ ഭരതൻ്റെ പിന്നിൽ, ചിലർ ഭരതൻ്റെ മുമ്പിൽ, ചിലർ ഭരതൻ്റെ ഒരു സൈഡിലായിട്ട് പാർശ്വത്തിൽ ഭുവം ഛാദയന്ത ഭൂമിയെ, അതായത് ഭൂമി ഇങ്ങനെ കവർ ചെയ്ത പോലെയാണ്, ഭൂമിയെ ആച്ഛാദനം ചെയ്തിരുന്നു. ഛാദയന്താന്ന്, അതായത് അത്ര ആൾ പോകുന്നുണ്ട്, ഭൂമി ഇങ്ങനെ കവർ ചെയ്തിരുന്നു. അത്ര ആൾക്കാർ ഭരതനെ അനുഗമിക്കണ്ടേ. കാരണം കുതിരപ്പട്ടാള, ആനപ്പട്ടാള, സൈന്യങ്ങളുണ്ട്. പിന്നെ ഈ കേൾക്കണവർ ഞങ്ങളും പോവുകയാണ് ശ്രീരാമനെ കാണാൻ, ഭരതൻ്റെ കൂടെ പറയുകയാണേ. അപ്പോൾ ഈ എന്താണ് കൗസല്യ മുതലായിട്ടുള്ള രാജ്ഞിമാരും വസിഷ്ഠനെ പോലുള്ള ബ്രാഹ്മണരും മാത്രമല്ല സർവരും എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ്. അപ്പോൾ ആ ഭൂമിയൊക്കെ ആൾക്കാരെ കൊണ്ട് മൂടി. അങ്ങനെ എല്ലാവരും ഒന്നുകിൽ പിന്നിൽ, അല്ലെങ്കിൽ ഭരതൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ സൈഡിലായിട്ട് നടന്ന് ഭൂമി മൂടിയും കൊണ്ട്, അതായത് ഒരു ജനങ്ങളാൽ ഒരു ആവരണം, ഭൂമി ആവരണം ചെയ്യപ്പെട്ട പോലെ എല്ലാവരും ഭരതനെ അനുഗമിച്ചു. കൗസല്യാദ്യ രാജധാര വസിഷ്ഠപ്രമുഖാ ദ്വിജാ ഛാദയന്തോ ഭുവം സർവേ പൃഷ്ഠത പാർശ്വതോഗ്രതഃ. ഇനി ശൃംഗവേരപുരം ഗത്വാ ഗംഗാകൂലേ സമന്തത ഉവാസ മഹതി സേന ശത്രുഘ്നപരിചോദിത. ശൃംഗവേരപുരം ഗത്വ, ശൃംഗവേരപുരത്തെ എത്തിയിട്ട് ഗംഗാകൂലേ സമന്തത, ഗംഗാതീരത്തിൽ നാലുപാടും ശത്രുഘ്ന പരിചോദിത മഹതി സേന, ശത്രുഘ്നാൽ നിയന്ത്രിക്കപ്പെട്ട ആ വലിയ സേന ഉവാസ വസിച്ചു. അതായത് ഇങ്ങനൊരു ജനസമുദ്രം ശരിക്ക് ആ ശൃംഗവേരപുരത്ത് എത്തി. അപ്പോൾ ശത്രുഘ്നായിരുന്നു അപ്പോൾ സൈന്യങ്ങളുടെ, ഭരതൻ അതൊന്നും വിചാരില്ല. ശത്രുക്കളുടെയൊക്കെ ചീഫായിട്ട്, സൈന്യങ്ങളുടെയൊക്കെ ചീഫായിട്ട് ശത്രുഘ്നാണ്. ആ വലിയ സേന ഗംഗാതീരത്തിൽ നാലുപാട് എവിടെയാ സ്ഥലം കണ്ടാച്ചാൽ അവിടെ രാത്രി കഴിച്ചു കൂട്ടുകയാണ്. അത്ര ആൾക്കാരുണ്ടേ. ശൃംഗവേരപുരം ഗത്വാ ഗംഗാകൂലേ സമന്തത ഉവാസ മഹതി സേന ശത്രുഘ്നപരിചോദിത. ഇനി 15ഉം 16ഉം. ആഗതം ഭരതം ശ്രുത്വാ ഗുഹ ശങ്കിതമാനസ മഹത്യാ സേനയാ സാർദ്ധമാഗതോ ഭരത കില പാപം കർത്തും നവായാതി രാമസ്യാവിദിതാത്മനഃ ഗത്വാ തദ്ഹൃദയം ജ്ഞേയം യദി ശുദ്ധസ്തരിഷ്യതി. ആഗതം ഭരതം ശ്രുത്വാ, ഭരതൻ വന്നു എന്ന് കേട്ടിട്ട് ഗുഹ ശങ്കിതമാനസ, ഗുഹന് ശങ്കയുണ്ടായി, മനസ്സിനൊരു സംശയം. മഹത്യസേനയാ സാർത്ഥം, ഇത്ര വലിയൊരു സേനയോട് കൂടിയിട്ട് ഭരത, അത്ര ആൾക്കാരെ, സേനകളും ഉണ്ട് ആൾക്കാരും ഉണ്ട്. ഭരത ആഗതാക്കില്ല, ഭരതൻ ഇവിടെ വന്നൂലോ. അവിദിതാത്മനഃ രാമസ്യ, ഈ വിവരം രാമൻ അറിയില്ല. ഇങ്ങനൊരു വലിയ സൈന്യസമേതം
ഇതാ ഭരതൻ കാട്ടിലേക്ക് വരും എന്നുള്ള വിവരമൊന്നും രാമനറിയില്ല. പാപം കർത്തു യാതി നവ, പാപം ചെയ്യാൻ വരുന്നതാണോന്ന്. അതായത് ഇപ്പം അവനവൻ രാജാവായില്ലോ, എന്നാൽ ശ്രീരാമനെ യുദ്ധം ചെയ്ത് കൊല്ലാമെന്നോ ആട്ടി ഓടിക്കാമെന്നോ വിചാരിച്ച് വരികയാണോ? അങ്ങനെ ഒരു പാപം ചെയ്യാൻ വരികയാണോ? സംശയമായി പാവം ഗുഹന്. ഇത്ര ഒരു വലിയ സേനയും കൊണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ എന്ന് വിചാരിച്ചു. രാമനോട് യുദ്ധം ചെയ്യപ്പോൾ വലിയ അവനവൻ രാജാവായി എന്നുള്ള വലിയ ഭാവത്തിൽ രാമനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഇനി ഒരിക്കലും രാമൻ വരൂല്ലോ. 14 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരുമല്ലോ. അപ്പോൾ അതിനൊരു ഇടവരാതിരിക്കാൻ രാമനെ പിന്നെ ആട്ടി ഓടിക്കാനോ കൊല്ലാനോ വരികയാണോ എന്നുള്ള ശങ്ക ഉണ്ടായി ആർക്ക്? ഗുഹന്. ഗത്വ ഗമിച്ചിട്ട് തത് ഹൃദയം ജ്ഞേയം, അവൻ്റെ ഹൃദയത്തെ അറിയേണ്ടതാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഭരതന് എന്തുദ്ദേശത്തോടെ വന്നതെന്ന് അറിയണമല്ലോ. യതി ശുദ്ധനാണെങ്കിൽ ഗംഗാം തരിശതി, വേറെ ദുരുദ്ദേശമൊന്നും ഇല്ലെങ്കിൽ ഞാൻ പോയി ഇവരെയൊക്കെ ഗംഗാനദി കടത്താൻ തയ്യാറാണ്. കടത്തുകാരനാണല്ലോ ഈ ഗുഹനെ. ഭരതൻ വന്നിരിക്കുന്നത് കേട്ടു ഗുഹൻ. അപ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു സംശയം, ഇത്ര വലിയൊരു സൈന്യത്തോടു കൂടി ഭരതൻ വന്നു, എന്തിനായിരിക്കും? ഈ വിവരം പാവം ശ്രീരാമനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇനി ശ്രീരാമനെ ഉപദ്രവിക്കാനാണോ വരണത്? ഈ ഭരതൻ്റെ അടുത്ത് ചെന്നിട്ട് ഭരതൻ്റെ ഉദ്ദേശം ഒന്ന് അറിയണം. വേറെ ദുരുദ്ദേശമൊന്നുമില്ല, ശ്രീരാമനെ കാണാൻ വേണ്ടി മാത്രം വന്നെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഗംഗ കടത്തിവിടാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ ഞാൻ സഹായിക്കണം, പോയി ഗംഗ കടത്തി കൊടുക്കട്ടെ. നല്ല ആളാണല്ലോ ഗുഹനെ. പക്ഷേ ശ്രീരാമന് എന്തെങ്കിലും ആപത്ത് വരുമെന്ന് പാവം പേടിയുണ്ട്. ഇപ്പോൾ ശ്രീരാമനെ ആക്രമിക്കാനാണ് വരണ വെച്ചാൽ ഗംഗ കടത്തി കൊടുക്കില്ല. അല്ല, അതൊന്ന് അറിയണമല്ലോ, എന്താ ഭരതൻ്റെ മനസ്സിലിരിപ്പതെന്ന് അറിയണം എന്ന് വിചാരിക്കുകയാണ്. അറിഞ്ഞിട്ട് വേറെ ദുരുദ്ദേശമൊന്നും ഇല്ല വെച്ചാൽ ഞാൻ ഗംഗ കടത്തി കൊടുക്കാം അവരെന്ന് മനസ്സിൽ വിചാരിക്കുക. ആഗതം ഭരതം ശ്രുത്വാ ഗുഹ ശങ്കിതമാനസ മഹത്യാ സേനയാ സാർദ്ധമാഗതോ ഭരത കില പാപം കർത്തും നവായാദീ രാമസ്യാ വിദിതാത്മന ഗത്വാ തദ്ഹൃദയം ജ്ഞേയം. ഹൃദയം എന്നറിയട്ടെ, തദ്ഹൃദയം മനസ്സിലിരിപ്പ് അറിയണം. യതി ശുദ്ധസ്തരിഷ്യതി, ശുദ്ധമായിട്ടുള്ള ഉദ്ദേശമാണെങ്കിൽ കടത്തിവിടാം ഗംഗ. ഇനി 17 ഗംഗാം നോചേൽ സമാകൃഷ്യ നാവസ്ഥിഷ്ഠന്തു സായുധാ ജ്ഞാതയോ മേ സമായത്താഹ പശ്യന്തഃ സർവതോ ദിശം. ഗംഗയെ നോ ചെയ്ത്, അത് ഗംഗയെ കടത്തിവിടാം എന്ന് വിചാരിച്ചുല്ലോ. അങ്ങനെ ഗംഗയെ കടത്തിവിടാം. നോ ചെയ്ത് അല്ലെങ്കിൽ കടത്തിവിടാം, അല്ലെങ്കിൽ നോ ചെയ്ത് അല്ലെങ്കിൽ നാവഹ സമാകൃഷ്ട, തോണികളെയൊക്കെ ഞാൻ കൂട്ടിയിട്ടിട്ട് മേ ജ്ഞാതയ, എൻ്റെ ബന്ധുക്കൾ സായുധാഹ സമായത്ത, നല്ല ഉദ്ദേശം അല്ലാച്ചോട്ടെ, ഞാൻ എല്ലാ തോണിയും അവിടുന്ന് അങ്ങോട്ട് മാറ്റും. എന്നിട്ട് എൻ്റെ കീഴിലുള്ള എൻ്റെ ബന്ധുക്കൾ തന്നെ, എൻ്റെ കീഴിലുള്ള കാട്ടാളന്മാരോടൊക്കെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട്, അതാണ് സമായത്താഹ, ആയുധങ്ങളോട് കൂടിയിട്ടുള്ള നല്ല ശക്തിയുള്ള എൻ്റെ ബന്ധുക്കളോടൊക്കെ ഞാൻ സർവതോ ദിശം പശ്യന്ത, എല്ലാ ദിക്കിലും നോക്കിയിട്ട് തിഷ്ടന്തു നിൽക്കട്ടെ, അവരോട് ജാഗ്രത പാലിക്കാൻ പറയുന്ന. എന്താ പറയണേ, ഈ ഭരതൻ്റെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഭരതൻ വന്നിട്ടുള്ളത് എങ്കിൽ, രാമനെ ഉപദ്രവിക്കണം എന്നുള്ള വിചാരത്തിലാണ് വന്നെന്നുവെച്ചാൽ ഭരതനെയും സൈന്യത്തെയും ഇവിടെ തന്നെ തടഞ്ഞു നിർത്താൻ ഇവിടുന്ന് ഈ ഗംഗ അടക്കാൻ സമ്മതിക്കില്ല ഞാൻ. ഭരതൻ്റെ ഉദ്ദേശം നല്ലതല്ലെങ്കിൽ ഈ ഗംഗ അപ്പുറത്തേക്ക് കടക്കാൻ തരണം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. തോണികളെല്ലാം കെട്ടിയിട്ടിട്ട് ആയുധങ്ങൾ കൈകളിലെടുത്തിട്ടുള്ള എൻ്റെ ആൾക്കാരെ ഞാൻ 4 ഭാഗത്തും അയച്ചിട്ട് അവരെ കൊണ്ട് ശ്രീരാമൻ ഇരിക്കണ ഭാഗം നല്ല സെക്യൂരിറ്റി ആയിട്ട് അവരൊക്കെ നിർത്തുമെന്ന് പറയുകയാണ്. എൻ്റെ ബന്ധുക്കളൊക്കെ നിൽക്കട്ടെ, 4 ഭാഗവും സംരക്ഷിച്ചും കൊണ്ട് ശ്രീരാമ ഭഗവാനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കട്ടെ. ഇതെങ്ങനെയാണെങ്കിലും അറിയോ, ഭരതൻ്റെ ഉദ്ദേശം നന്നല്ലെങ്കിലേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഭരതൻ്റെ ഉദ്ദേശം നന്നല്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഗംഗാനദി കടക്കാൻ തന്നെ സമ്മതിക്കില്ല. നല്ലല്ലേ എത്തുള്ളൂ ദണ്ഡവനത്തിൽ. ഉദ്ദേശം നല്ലതല്ലാച്ചാൽ കടക്കാൻ സമ്മതിക്കില്ല. തോണികൾ മുഴുവനെ മാറ്റിക്കെട്ടും.
എന്നിട്ട് കടക്കാൻ സമ്മതിക്കാതെ ഗുഹൻ്റെ കീഴിലുള്ള ആൾക്കാരെ ആയുധധാരികളായിട്ട് ശ്രീരാമന് കാവൽ നിൽക്കാൻ തീർച്ചയാക്കുകയാണ് എന്ന് പറയുക. അങ്ങനെ ചെയ്യും എന്ന് പറയുകയാണ്. ഗംഗാം നോ ചേൽ സമാകൃഷ്യ നാവസ്തിഷ്ഠന്തു സായുധാ ജ്ഞാതയോ മേ സമായത്താഹ പശ്യന്ത സർവതോ ദിശം. ഇനി 18. ഇതി സർവാൻ സമാദിശ്യ ഗുഹോ ഭരതമാഗത ഉപായനാനി സംഗൃഹ്യ സംവിധാനി ബഹൂന്യഭി. ഇതി സർവാൻ സമാദിശ്യ, ഇങ്ങനെയൊക്കെ എല്ലാവരോടും പറഞ്ഞ് ഏൽപ്പിച്ചു. ഞാനൊന്ന് പോയി അറിഞ്ഞു വരട്ടെ ഭരതൻ്റെ മനോഗതം. അപ്പോൾ അവൻ ചീത്ത ഉദ്ദേശിച്ചു പഠിച്ച നിങ്ങൾ ഭഗവാനെ കാത്തു രക്ഷിക്കണം കേട്ടോ, അവിടെ കാവലായിട്ട് നിൽക്കണം, അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കില്ല, നമ്മളെ എല്ലാ തോണിയും മാറ്റുന്നൊക്കെ അവരോടൊക്കെ പറഞ്ഞ് ചട്ടം കെട്ടിയിട്ട് ഇത് സർവാൻ സമാധിശ്യ അതിലൂടെയൊക്കെ പറഞ്ഞിട്ട് ബഹൂനി വിവിധാനി ഉപായനാനി അഭി സംഗൃഹ്യ, പല കാര്യങ്ങളെ നല്ലോണം ശരിയാക്കി വേണ്ട പോലെയൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് ഗുഹ ഭരതം ആഗത, ഗുഹൻ ഭരതനെ അടുത്തേക്ക് വന്നു. എല്ലാം ശരിയാക്കിന് ചട്ടം കെട്ടിയിട്ടാട്ടോ. ഇങ്ങനെ എല്ലാവരോടും കൽപ്പിച്ച് ഗുഹൻ അനേക തരത്തിലുള്ള, അത് മാത്രമല്ല കുറേ കാഴ്ചദ്രവ്യങ്ങളൊക്കെ, അതാണ് ഉപായനങ്ങൾ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഭരതന് കാഴ്ച വയ്ക്കാനായിട്ട് എന്തായാലും ശ്രീരാമൻ്റെ അനിയനല്ലേ, അപ്പോൾ ഗുഹൻ അനേക തരത്തിലുള്ള ഫലമൂലാദികളും ഒക്കെ കാഴ്ചദ്രവ്യങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് ഭരതൻ്റെ അടുത്തേക്ക് പോയി. ഇവരോടൊക്കെ ഇതൊക്കെ ചട്ടം കെട്ടി വേണ്ടി വന്നാൽ നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞ്, പിന്നെ ഭരതനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കാഴ്ചദ്രവ്യം കൊണ്ടുപോകണമല്ലോ, അപ്പോൾ ഫലമൂലാദികളൊക്കെ സംഭരിച്ച് അതൊക്കെ കയ്യിലെടുത്ത് ഭരതനെ കാണാൻ പോയി. ഇതി സർവാൻ സമാദിശ്യ ഗുഹോ ഭരതമാഗത ഉപായനാനി, അതാണ് ഉപായനങ്ങളൊക്കെ കയ്യിലെടുച്ച കാഴ്ചദ്രവ്യങ്ങൾ. സംഗൃഹ്യ വിവിധാനി ബഹൂന്യപി, അനവധി ധാരാളം ഫ്രൂട്ട്സും കിഴങ്ങും വെജിറ്റബിൾസും ഒക്കെ എടുത്ത് കൊണ്ടുപോയി. ഇനി 19. പ്രയയൗ ജ്ഞാതിഭി സാർദ്ധം ബഹുഭിർ വിവിധായുധൈ നിവേദ്യോപായനാന്യഗ്രേ ഭരതസ്യ സമന്തതഃ. വിവിധായുധൈ ബഹുഭിഃ ജ്ഞാതിഭിः സാർദ്ധം, പല ആയുധങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള സ്വന്തം ബന്ധുക്കളെയൊക്കെ കൂട്ടിയിട്ടേ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് വന്നു വെച്ചാൽ തിരിച്ച് ആക്രമിക്കാനുള്ള സന്നാഹത്തോടു കൂടിയാണ് പോണത് ഗുഹൻ. തൻ്റെ ബന്ധുക്കളുടെ കയ്യിലൊക്കെ നല്ല ശക്തിയുള്ള ആയുധങ്ങളൊക്കെ കയ്യിൽ പിടിച്ച് അവരോട് കൂടെ വരാൻ പറഞ്ഞു. അവരെയൊക്കെ കൂട്ടിയിട്ട് പ്രേയവും അടുത്തേക്ക് പോയി. ഉപായനാനി ഭരതസ്യ അഗ്രേ സമന്തത നിവേദ്യ, എന്നിട്ട് കാഴ്ചദ്രവ്യങ്ങളൊക്കെ കയ്യിൽ കൊടുക്കുന്നതൊക്കെ ഭരതൻ്റെ മുമ്പിൽ വെച്ചു, അതായത് സമർപ്പിച്ചു. പ്രയയവും അതാണ് പലതരത്തിലുള്ള ആയുധങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള അനേകം ബന്ധുക്കളോടും കൂടിയിട്ടാണ് പോയത്. എന്നിട്ട് കാഴ്ചദ്രവ്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നൊക്കെ ഭരതൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. പ്രയൗജ്ഞാതിഭി സാർദ്ധം ബഹുഭിർ വിവിധായുധൈ നിവേദ്യോപായനാന്യഗ്രേ ഭരതസ്യ സമന്തത, മുമ്പിൽ വെച്ചു. ഇനി എന്താ അറിയോ, 20-21. ദൃഷ്ട്വാ ഭരതമാസീനം സാനുജം സഹമന്ത്രിഭി ചീരാംബരം ഘനശ്യാമം ജടാമുകുടധാരിണം രാമമേവാനുശോചന്തം രാമ രാമേതി വാദിനം നനാമ ശിരസാ ഭൂമൗ ഗുഹോഹമിതി ചാബ്രവീദ്. പീതാംബരധരം, അതായത് ചീരാംബരധരം, അതായത് വൽക്കലം ധരിച്ചവനും, അതെ മരൗരി, ഘനശ്യാമം മേഘത്തിൻ്റെ നിറത്തോടു കൂടിയവനും, മുകുടധാരിണം ജടയാകുന്ന കിരീടം വെച്ചവനും, രാമമേവ അനുശോചന്തം രാമനെ തന്നെ വിചാരിച്ചിരിക്കുന്നവനും, രാമരാമായിതി വാദിനം രാമരാമാന്ന് എപ്പോഴും പറയുന്നവനും, സാനുജം അനുജനോടുകൂടിയവനും ശത്രുഘ്നോടുകൂടിയവനും, മന്ത്രിഭിഹി സഹ സമാസീനം മന്ത്രിമാരോടുകൂടി ഇരിക്കുന്നവനുമായ ഭരതം ദൃഷ്ട്വ ഭരതനെ കണ്ടിട്ട് ശിരസ ഭൂമൗ നനാമ ശിരസ്സുകൊണ്ട് ഭൂമിയിൽ നമിച്ചു ഗുഹൻ, നമസ്കരിച്ചു. അഹം ഗുഹ ഇതി അബ്രവീദിച്ച, ഞാൻ ഗുഹനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി. മേഘശ്യാമള നിറമുള്ള ഈ ഭരതൻ ജടാമുകുടം ധരിച്ചിട്ടുണ്ട്, അരയിൽ മരവുരി ധരിച്ചിരിക്കുന്നു. രാമരാമാന്ന് ജപിച്ച് രാമനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് അനുജനായിട്ടുള്ള ശത്രുഘ്നോടും മന്ത്രിമാരോടും ബാക്കി എല്ലാവരോടും കൂടി അവിടെ ഇരിക്കണത് കണ്ടപ്പോൾ ഗുഹൻ
ഗുഹന് പേടിയൊക്കെ ഇല്ലാണ്ട് ഈ ഗുഹൻ ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ഞാൻ ഗുഹനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി. അതാണ് ഇതിൽ പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് 20-21 വായിക്കാം. ദൃഷ്ട്വാ ഭരതമാസീനം സാനുജം സഹമന്ത്രിഭി ചീരാംബരം ഘനശ്യാമം ജടാമുകുടധാരിണം രാമമേവാനുശോചന്തം രാമരാമേതി വാദിനം നനാമ ശിരസാ ഭൂമൗ ഗുഹോഹം ഇതി ചാബ്രവീത്. ഞാൻ ഗുഹനാണെന്ന് പരിചയപ്പെടുത്തി. 22. ശീഘ്രമുത്ഥാപ്യ ഭരതോ ഗാഠമാലിംഗ്യസാദരം പൃഷ്ട്വാനാമയമവ്യഗ്രഹ സഖായമിതമബ്രവീത്. ഭരത ശീഘ്രമുത്ഥാപ്യ, ഭരതൻ വേഗം ഇരിക്കണോടത്തുനിന്ന് നീട്ടു. സാദരം ഗാഠമാലിംഗ്യാൽ, വളരെ ആദരവോടുകൂടി കെട്ടിപ്പിടിച്ചു. അനാമയം പൃഷ്ട്വ, എന്നിട്ട് കുശലമൊക്കെ ചോദിച്ചിട്ട്, അതായത് സുഖല്ലേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അവ്യഗ്രഹ സഖായം ഇതം അബ്രവീത്, അതായത് സാവധാനത്തോടു കൂടിയവനായിട്ട് സ്നേഹിതനോട് ഇങ്ങനെ പറഞ്ഞു. അതായത് ഭരതൻ ഗുഹനെ വേഗം കണ്ടപ്പോൾ അവനോ വേഗം നീട്ട് വന്ന് വേഗം എഴുന്നേൽപ്പിച്ച് ഉത്ഥാപ്യ എന്നാണ് കേട്ടോ. എഴുന്നേൽപ്പിച്ച് അവനോ എഴുന്നേറ്റെന്നല്ല കേട്ടോ. ഭരത ശീഘ്രം ഉത്ഥാപ്യ എന്നാണ്. ഭരതൻ പിന്നെ നമസ്കരിച്ച് കിടക്കുന്ന ഗുഹനെ എഴുന്നേൽപ്പിച്ച് ആദരപൂർവം ആലിംഗനം ചെയ്ത് കുശലൊക്കെ ചോദിച്ചതിന് ശേഷം മനഃശാന്തിയോടുകൂടി വളരെ കാമായിട്ടെന്നർത്ഥം, പീസ്ഫുള്ളായിട്ട് കാമായിട്ട് നല്ല മനസ്സമാധാനത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ മനഃശാന്തിയോടുകൂടി ആജിറ്റേറ്റഡ് ആവാതെ സ്നേഹിതനോട് ഇപ്രകാരം പറഞ്ഞു. ഇനി 23, 24, 25 ഒന്നിച്ചാണ്. അപ്പം ഞാൻ 22 വായിച്ചിട്ട് അത് 3 വായിക്കാം. ശീഘ്രമുത്ഥാപ്യ ഭരതോ ഗാഠമാലിംഗ്യസാദരം പൃഷ്ട്വാനാമയമവ്യഗ്രഹ സഖായമിതമബ്രവീത്. ഇനി 23, 24, 25. ഭ്രാതസ്ത്വം രാഘവേണാത്ര സമേത സമവസ്ഥിതഃ രാമേണാലിംഗിത സാർദ്രനയനേനാമലാത്മനാ ധന്യോസി കൃതകൃത്യോസി യത്വയാ പരിഭാഷിതാ രാമോ രാജീവപത്രാക്ഷോ ലക്ഷ്മണേന ച സീതയാ യത്ര രാമസ്ത്വയാ ദൃഷ്ടസ്തത്ര മാം നയ സുവ്രതാ സീതയാ സഹിതോ യത്ര സുപ്തസ്തദ്ദർശയസ മേ. ഭ്രാത, ഹേ സഹോദര, വിളിക്കണം ഭരതനെ. ആരോട്? ഗുഹനെ. സഹോദര, ത്വം നീ, രാഘവേണ അതായത് ശ്രീരാമനോട്, അത്ര സമേത സമസ്ഥിത ഇവിടെ ചേർന്നിരുന്നല്ലോ നീയ്, സാർദ്രനയനേന അമലാത്മന രാമേണ ആലിംഗിത, അതായത് നനഞ്ഞ കണ്ണുകളോടും നിർമ്മലമായ മനസ്സോടും കൂടിയവനുമായ രാമനാൽ ആലിംഗനം ചെയ്യപ്പെട്ടു. നീ എത്ര ഭാഗ്യവാൻ, നിന്നെ ശ്രീരാമഭഗവാൻ ആലിംഗനം ചെയ്തു. ധന്യ അസി, നീ എത്ര ധന്യനാണ്, എത്ര ഭാഗ്യവാനാണ്. കൃതകൃത്യ അസി, കൃതകൃത്യനാകുന്നു. യദ് ത്വയാ, യാതൊന്നുകൊണ്ട്, നിന്നാൽ രാജീവപത്രാക്ഷ രാമ പരിഭാഷിത, ഈ താമര എതള് പോലുള്ള നേത്രം ഉള്ള രാമൻ നിന്നോട് എന്തെല്ലാം സംഭാഷണം ചെയ്തു. എത്ര ഭാഗ്യവാനാണല്ലേ. വെറും ഒരു കാട്ട് ജാതിക്കാരനാണല്ലോ ഗുഹനെ. ലക്ഷ്മണേന സീതയാച്ച, ലക്ഷ്മണനോടും സീതയോടും കൂടി. രാമ എത്ര ത്വയാ ദൃഷ്ട, രാമൻ നീയെ രാമനെ എവിടെ വെച്ചാ കണ്ടത്? സുവ്രത തത്ര മാം നയ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോ. ശ്രീരാമനും നീ എവിടെ വെച്ചിട്ടാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയൊക്കെ കണ്ടത്? എന്നെയും കൂടി അങ്ങോട്ടൊന്ന് കൊണ്ടുപോ, അവിടേക്ക് എന്നെയും കൂടി കൂട്ടിക്കൊണ്ടുപോകൂ. സീതയാ സഹിത എത്ര സുപ്ത, സീതയോടുകൂടെ എവിടെയാണ് ഉറങ്ങിയത്? തത്മേ ദർശയസ്വ, എനിക്ക് ആ സ്ഥലം കാണിച്ചു തരൂ. എന്താ പറഞ്ഞ? ഹേ സഹോദര, ഭ്രാതാവെന്നാണ് വിളിച്ചത് അല്ലേ സഹോദര. പിന്നെ നീയെ ശ്രീരാമനെ, എൻ്റെ സഹോദരനായിട്ട് ശ്രീരാമനെ കണ്ടതും നീയെ ശ്രീരാമൻ്റെ കൂടെ ഇരുന്നതും ഒക്കെ ഈ സ്ഥലത്ത് വെച്ചിട്ടല്ലേ? ഗംഗാതീരത്താണല്ലോ ആദ്യം കണ്ടത്. എപ്പോഴും നേത്രങ്ങളിൽ നിന്ന് കരുണാമൃതം ഒഴുകുന്ന എൻ്റെ ആ ശുദ്ധമനസ്കനായിട്ടുള്ള രാമൻ നിന്നെ ആലിംഗനം ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയാം.
അതാണ് പിന്നെ പറയണത്. നീ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടല്ലേ നീ കണ്ടത്. മാത്രമല്ല ദയാപൂർണനായിട്ടുള്ള ദയാ സിന്ധുവായിട്ടുള്ള ആ രാമൻ നിന്നെ ആലിംഗനം ചെയ്തില്ലേ. നീ മഹാഭാഗ്യവാനും നിൻ്റെ ജന്മം സഫലീകൃതമായവനുമാണെന്ന്. നിനക്കിഞ്ഞൊന്നും ലഭിക്കാനില്ല, നിൻ്റെ ജന്മം തന്നെ സഫലായി. അതാണ്, നീ മഹാഭാഗ്യവാനും സാഫല്യം ഉള്ളവനുമായി ഭവിച്ചു. ആ താമരദള നേത്രനായ രാമനോട് നിനക്ക് സംഭാഷണം ചെയ്യാൻ പറ്റിയല്ലോ. ഇതിലധികം എന്താണ് ഒരു മനുഷ്യന് ആഗ്രഹിക്കാനുള്ളത്? സീതാലക്ഷ്മണ സഹിതനായിട്ടുള്ള രാമനെ നീ എവിടെ വെച്ചിട്ടാണ് കണ്ടത്? ഹേ എൻ്റെ മിത്രമേ, അവിടേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകൂ. സീതയോടുകൂടി രാമൻ എവിടെ കിടന്നുറങ്ങി ആ സ്ഥലം എനിക്ക് കാണിച്ചു തരൂ ഒക്കെ പറയണ. എത്രയ്ക്ക് ശ്രീരാമനോടുള്ള ആ സ്നേഹം ഭരതൻ്റെ പറഞ്ഞാൽ തീരില്ല. അപ്പോൾ ശരിക്കും പറയാച്ചാൽ ശ്രീരാമനെ കണ്ട ഗുഹനെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. അതാണ്, ശ്രീരാമനെ കണ്ട ഗുഹനാണല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ശ്രീരാമനാൽ ആലിംഗനം ചെയ്യപ്പെട്ട ഗുഹനാണല്ലോ, ശ്രീരാമനാൽ സംഭാഷണം ചെയ്യപ്പെട്ട ഗുഹനാണല്ലോ, അത്ര സന്തോഷം. എന്നിട്ടാണ് പറഞ്ഞത്, ഇവിടെ വെച്ചിട്ടില്ലേ കണ്ടത്, എവിടെ അവിടെ ഇരിക്കണ വെച്ചാൽ അവിടേക്ക് എന്നെ കൊണ്ടുപോകൂ, അവർ കിടന്നുറങ്ങിയ സ്ഥലമൊക്കെ എനിക്ക് കാണിച്ചു തരൂ എന്ന് പറയണം. ഇനി നമുക്ക് അടുത്ത 3 ശ്ലോകം കൂടി ചൊല്ലി നിർത്താം. ഭ്രാതസ്ത്വം രാഘവേണാത്ര സമേത സമവസ്ഥിത രാമേണാലിംഗിത സാർദ്രനയനേനാമലാത്മന ധന്യോസി കൃതകൃത്യോസി യത്വയാ പരിഭാഷിത രാമോ രാജീവപത്രാക്ഷോ ലക്ഷ്മണേന ച സീതയാ യത്ര രാമസ്ത്വയാ ദൃഷ്ടസ്തത്ര മാം നയസുവ്രത സീതയാ സഹിതോ യത്ര സുപ്തസ്തദ്ദർശയസ്വമേ. നമുക്ക് അടുത്ത 3. ത്വം രാമസ്യ പ്രിയതമോ ഭക്തിമാനസി ഭാഗ്യവാൻ ഇതി സംസ്മൃത്യ രാമം സ്വാശ്രുവിലോചന ഗുഹേന സഹിതസ്തത്ര യത്ര രാമസ്ഥിതോ നിശി യയൗ ദദർശ ശയനസ്ഥലം കുശസമാസ്തൃതം സീതാഭരണ സംലഗ്ന സ്വർണബിന്ദുഭിരഞ്ജിതം ദുഃഖസന്തപ്ത ഹൃദയോ ഭരത പര്യദേവയത്. ത്വം നീ രാമസ്യ രാമന് പ്രിയതമഃ അത്യന്തം പ്രിയനായ ഭക്തിമാൻ ഭാഗ്യവാൻ അസി. നീയ് രാമന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനും ഭാഗ്യവാനുമാകുന്നു. ഇത് രാമം സംസ്മൃത്യ ഇപ്രകാരം രാമനെ തന്നെ ചിന്തിച്ച് സ്മരിച്ച് സാശ്രുവിലോചന, അതായത് കണ്ണ് നിറഞ്ഞൊഴുകിയ കണ്ണുകളോടുകൂടിയവനായിട്ട് എത്ര രാമഃ നിശി സ്ഥിത, എവിടെ രാമൻ രാത്രിയിൽ വസിച്ചുവോ തത്ര അവിടെ ഗുഹേന സഹിത ഗുഹനെയും കൂട്ടിയിട്ടേ കുശസമാസ്തൃത ആ ശയനസ്ഥലം യയൗ ദർഭയൊക്കെ വിരിച്ചിട്ടില്ല കിടന്നത്, ആ ശയനസ്ഥലമൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇവിടെയാണ് കിടന്നാ പറഞ്ഞു. സീതാഭരണ സംലഗ്ന സ്വർണബിന്ദുഭി അഞ്ജിതം, സീതയുടെ ആഭരണത്തിലെ സ്വർണപ്പൊടികളൊക്കെ ആ പുല്ലിലുണ്ട്. അതുകൊണ്ടിങ്ങനെ ആ പുല്ലിൽ കിടക്കണത് കണ്ടിട്ട് ദുഃഖസന്തപ്ത ഹൃദയ ഭരത. സീതയുടെ ആ ഈ ദർഭോണ്ടുള്ള ആ ഒരു ബെഡ് ഉണ്ടല്ലോ, അതുമ്പിൽ അവർ രാത്രി കിടന്ന സ്ഥലമാണെന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ സീത കിടന്ന് നീട്ടപ്പോൾ സ്വർണത്തിൻ്റെ പൊടികളിങ്ങനെ അവിടെ ഷൈൻ ചെയ്യുന്നുണ്ട്, പ്രകാശിക്കുന്നുണ്ട് ആ ദർഭപ്പുല്ലിലേ. അത് കണ്ടപ്പോൾ ദുഃഖസന്തപ്ത ഹൃദയ, കാരണം പുല്ലിലൊക്കെ കിടന്ന് ഉറങ്ങേണ്ടി വരുന്നൂലോ പിന്നെ എന്ന് വിചാരിച്ചിട്ടുള്ള സങ്കടം കൊണ്ടാണ് ഈ ദുഃഖസന്തപ്ത ഹൃദയ ഭരത പര്യദേവയെ. ദുഃഖം കൊണ്ട് തപിച്ച ഹൃദയത്തോടു കൂടി ഭരതൻ കരഞ്ഞു എന്ന് പറയണം, പൊട്ടിക്കരഞ്ഞു എന്ന്. അതോ നിന്നെപ്പോലെ ഭക്തിമാനും രാമന് ഏറ്റവും പ്രിയനുമായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല. നീ മഹാഭാഗ്യവാനാണ് ഗുഹ. ഇങ്ങനെ രാമനെ തന്നെ വിചാരിച്ച് കണ്ണിന്ന് ഒഴുകുന്ന അശ്രുക്കൾ ഒഴുകുന്ന കണ്ണുകളോടുകൂടി ഗുഹനോടുകൂടി ഭരതൻ രാമൻ രാത്രി കിടന്നിരുന്ന ആ ദർഭോണ്ടുള്ള ശയനം മീൻസ് ബെഡ്, ആ ദർഭശയനത്തെ കണ്ടു, അത് കാണിച്ചു കൊടുത്തു. ആ ഒരു ദർഭപ്പുല്ലുകൊണ്ടുള്ള ആ ശയനത്തിൽ സീതയുടെ ആഭരണങ്ങളിൽ നിന്ന് ഇങ്ങനെ പറ്റിപ്പിടിച്ച സ്വർണ്ണ ബിന്ദുക്കൾ, സ്വർണത്തിൻ്റെ ചെറിയ ഇത്
പറ്റിയിരിക്കുന്നത് കണ്ടു ഭരതൻ. അപ്പോൾ ദുഃഖം കൊണ്ട് ഹൃദയം പൊട്ടിക്കരഞ്ഞു എന്ന് പറയണ. അത്ര സങ്കടമായിട്ട് ഭരതനെ സഹിച്ചില്ല. അത് കണ്ടപ്പം അങ്ങോട്ട് വല്ലാതെ കരച്ചിൽ വന്നു. അതാണ് പറഞ്ഞത്. അതായത് അവർ രാത്രി ആ പുല്ല്, കാട്ടിൻ്റെ ഉള്ളിൽ പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു മെത്തയിലല്ലേ കിടന്നത്. ആ ദർഭപ്പുല്ല് കൊണ്ടുള്ള മെത്ത കണ്ടപ്പോൾ തന്നെ അത്ര സങ്കടമായി. പിന്നെ അതിലിങ്ങനെ സീത കിടന്ന് കേട്ടപ്പോൾ ആഭരണങ്ങളിലത്തെ ചെറിയ ചെറിയ ആ മിന്നുന്ന അതൊക്കെ അങ്ങനെ കണ്ടു അതിൽ. അപ്പം അങ്ങോട്ട് വല്ലാത്ത ദുഃഖമായിട്ട് ഹൃദയം പൊട്ടിക്കരയാണ് ഭരതനെ. അതാണ് അതിൽ പറഞ്ഞത്. നമുക്ക് അവിടെ അപ്പോൾ ഈ 3 ശ്ലോകം വായിച്ച് നമുക്ക് ഇന്നത്തെ നിർത്താം. 26, 27, 28. ത്വം രാമസ്യ പ്രിയതമോ ഭക്തിമാനസി ഭാഗ്യവാൻ ഇതി സംസ്മൃത്യ രാമം സ്വാശ്രുവിലോചനഃ ഗുഹേന സഹിതസ്തത്ര യത്ര രാമസ്ഥിതോ നിശി യയൗ ദദർശ. കണ്ടു ആ ഗർഭമെത്ത. ശയനസ്ഥലം കുശസമാസ്തൃതം സീതാഭരണ സംലഗ്ന സ്വർണബിന്ദുഭിരഞ്ജിതം. സ്വർണബിന്ദുക്കളാൽ അഞ്ജിതം അടയാളപ്പെട്ടിരുന്നു. മീൻസ് ചെറിയ ചെറിയ ഇതുണ്ട്. ദുഃഖസന്തപ്ത ഹൃദയോ ഭരത പര്യദേവയത്. ദുഃഖസന്തപ്തമായ ഹൃദയത്തോടുകൂടി ഭരതൻ പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനീ നമ. ഗുരുവായൂരപ്പ ശരണം.